പത്തി ഈ നമ്മുടെ കൊല്ലങ്കോട് രാജാവ് നിർമ്മിച്ചതാണ്. അന്ന് ഏതാനും ചെറിയൊരു പൈസ കൊണ്ട് ഉണ്ടാക്കി നടക്കാൻ വേണ്ടി മാത്രം അന്ന് ഉണ്ടാക്കി കൊടുത്താണ്. പക്ഷേ അത് ഇത്രയും ഈ 10-60 കൊല്ലം കഴിഞ്ഞിട്ട് റിപ്പയറായിട്ടും അതിനെപ്പറ്റി ആരും പ്രതികരിക്കുന്നില്ല. പിന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ ബൈപ്പാസ് റോഡാണ് കൊല്ലങ്കോടിലെ. ശരിക്കും പത്രക്കാർ നിസാരവൽക്കരിച്ചുകൊണ്ട് പത്രക്കാരെന്ന് വെച്ചാൽ VP തറ ആലമ്പള്ളം എന്ന് മാത്രമേ പറയുന്നു. പക്ഷെ അവരല്ലല്ലോ, അവർക്ക് മാത്രമല്ലല്ലോ ഈ പാലം ശരിക്ക് 4 സ്കൂൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. രക്ഷിതാക്കന്മാര് അവര് രാവിലെയും വൈകുന്നേരത്തുള്ള ബുദ്ധിമുട്ടുകൾ, ഈ ട്രാഫിക് കൊല്ലങ്കോട് എത്ര നേരമാണ് അവരുടേതായ ബുദ്ധിമുട്ടുകൾ രക്ഷിതാക്കന്മാര് കുട്ടികളെ കൊണ്ടൊന്നും വിടാൻ. പിന്നെ അതല്ലാതെ ചെറിയ കുട്ടികൾ അവരൊക്കെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് ചീരഴേണ്ട സ്കൂൾ വണ്ടിക്കാർ അവർക്ക് ഈ ആലമ്പള്ളം വന്നിട്ട് ഇങ്ങനെ അധികം പോകേണ്ടത് തിരിഞ്ഞു വരുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ പണിക്കാർ, ഗവൺമെൻറ് ജോലിക്കാർ, എല്ലാവർക്കും. അപ്പോൾ ശരിക്കും നമ്മൾ എലവഞ്ചേരി നെന്മാറയിൽ നിന്ന് RTO ടെസ്റ്റിന് വരുന്ന വാഹനങ്ങൾ അങ്ങനെ എല്ലാ ആൾക്കാർക്കും ബാധിക്കുന്നുണ്ട് അത്. അപ്പോൾ കേവലം ഒരു VP തറ ആലമ്പള്ളം അങ്ങനെ ഒരു പഞ്ചായത്ത് തലത്തിലുള്ള യാത്രക്കാരല്ല, ശരിക്കും ദൂരേക്കൊക്കെ പോണവരൊക്കെയാണ്. പിന്നെ പാലക്കാട് നിന്നൊക്കെ വരുന്ന സാധനങ്ങൾ അല്ലേ, കൊല്ലങ്കോട് ആ ഏരിയയിലേക്കൊക്കെ, പൈലൂര് ഒക്കെ. ഒരു യാത്രക്കാരന് പാലക്കാട് പോകുന്നവന് 15 മിനിറ്റ് ലാഭിക്കാമല്ലോ. എല്ലാം രാവിലെ എണിച്ച് വീട്ടിൽ നിന്ന് ഒരുങ്ങി വരണമെങ്കിലൊക്കെ 15 മിനിറ്റ് സമയലാഭം, ഇന്ധന ലാഭം. അതുകൂടാതെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വണ്ടിത്താവളത്തിനും പോവാല്ലേ, അങ്ങനെ അതൊക്കെ എളുപ്പം തന്നെയാണ്. വടവന്നൂർക്ക് എല്ലാത്തിനും അവഗണന എന്തായാലും ഒന്ന് മാറട്ടെ. ഇവരെ മാനം കെടുത്തണം. നമ്മൾ സ്കൂൾ കുട്ടികളെ NCC ഇവരെ കൊണ്ടൊക്കെ NCC ഇറങ്ങുകയാണെങ്കിൽ ഇതിലൊരു ഗുണം കിട്ടും. NCC രാജ്യാസിത്ത യൂണിറ്റ് അവസാനിപ്പിച്ചു. ഇനി മുതലമടിയിലുണ്ട്, അവർക്ക് എവിടെ വേണിച്ചാലും വരാമല്ലോ. ചിറ്റൂർ കോളേജ് ഉണ്ട്, NSS ഉണ്ട്, അവരൊക്കെ വന്ന് ചെയ്താൽ ശരിയാണ്. NSS പണിയെടുക്കുകയാണെങ്കിൽ ആരും വന്ന് തടയാൻ പറ്റില്ല, അവരെ വന്ന് പോലീസിന് പോലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ, അവർക്കൊരു നാഷണൽ സർവീസിന് വേണ്ടി അവരെ ചെയ്യിപ്പിക്കണം. പിന്നെ നമ്മൾ പറയുന്ന സ്കൂൾ കുട്ടികളെ കൊണ്ട്. പിന്നെ മറ്റേ ഈ മേൽപ്പാലങ്ങളുടെ സ്ഥിതി എന്തായി? അത് മേൽപ്പാലങ്ങളുടെ സ്ഥിതി ഇനി റെയിൽവേ ഓക്കെ. പരിസ്ഥിതി ആഘാത പഠനം നടന്നു കഴിഞ്ഞോ? അത് കഴിഞ്ഞു. പക്ഷെ എന്തെങ്ങനെ കാട്ടിക്കൂടെയൊക്കെ ബൈപ്പാസ് വരുന്നത്? മെയിൻ റോഡിൽ കൂടെ വന്നാൽ കുറച്ചുകൂടി ഉപകരിക്കുമോ? ഈ ഊട്ര ബൈപ്പാസ് എന്ന് പറയുന്ന അതിലെല്ലാം ചുറ്റിയടിച്ച് ആലമ്പള്ളം റോഡൊക്കെ ക്രോസ് ചെയ്ത് അങ്ങനെ ആ പാടത്തൂടെയല്ലേ വരുന്നത്? പക്ഷെ ഇങ്ങനെ ഇത് വളരെ ദൂരമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പാലക്കാട് പൊള്ളാച്ചി റോഡ് ഊത്തുക്കുളി, ആളിയാർ ഇവിടെ ഒന്നും ചുറ്റാതെ നേരെ കൊടുത്തിരിക്കണം. തമിഴ്നാട്ടിലൊക്കെ ഇതിലേറെ തിരക്കുള്ള പാതകളല്ലേ അവിടെ. അതാണ് അതിനനുസരിച്ച് ആനുപാതികമായി വില കൊടുത്തിട്ട്. ഇനി ഡബിൾ ഡെക്കർ ട്രെയിനിന്റെ കാര്യം അടുത്ത ഡിസംബറോടുകൂടി വരും. ട്രയൽ റൺ ഓക്കെ ആണെന്ന് പറഞ്ഞു. കൊല്ലങ്കോട് നിർത്താൻ MP യും മറ്റ് MLA ഒക്കെ ഇടപെട്ടാൽ കുറച്ചുകൂടി വേഗതയിലാണ്.